അപ്പോൾ നമ്പേഴ്സിനെ ബർത്ത് ചാർട്ടിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിലേക്ക് നമ്മൾ കടക്കുന്നത്. ദാറ്റ് ഇസ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നിവിടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുന്നുണ്ട്. അത് ആരുടെ ആണെന്നുള്ളത് ഈ വീഡിയോൻ്റെ എൻഡിൽ ഞാൻ പറയാം. പിന്നെ ഓരോ നമ്പേഴ്സിൻ്റെയും പ്രോപ്പർട്ടീസും ഓരോ ഡ്രൈവർ കണ്ടക്ടർ കോമ്പിനേഷനും എങ്ങനെയാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ആ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 11/11/1994. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഇത് ആരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണെന്നുള്ളത്. കാര്യം പുള്ളി വലിയ കാര്യമായിട്ടൊക്കെ ഉള്ളൊരു സമയമാണ് ഇപ്പോൾ. അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യും കേട്ടോ ആരുടെയാണെന്നുള്ളത്. അപ്പോൾ ഇതുപോലൊരു ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരാളിൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അയാളുടെ ഡ്രൈവർ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ആ ഡ്രൈവർ നമ്പറിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും അയാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അയാളുടെ വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് എന്ന് പറയുന്നത് അയാളുടെ കണ്ടക്ടർ നമ്പർ അല്ലെങ്കിൽ അയാളുടെ ഡെസ്റ്റിനി നമ്പർ. ഡ്രൈവർ നമ്പറിനെ നമ്മൾ ബർത്ത് നമ്പർ എന്നും പറയും. ഈ ഹിന്ദി വീഡിയോസ് ഒക്കെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ അതിനെ മുലാങ്ക് എന്ന് പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനി കണ്ടക്ടർ നമ്പർ അല്ലെങ്കിൽ ഡെസ്റ്റിനി നമ്പറിനെ നമ്മൾ ഭാഗ്യാങ്ക് എന്ന് പറയും. ഇനി ഇതൊന്നുമല്ല, ഇതല്ലാത്ത ഇനി ഒരു നമ്പർ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു നമ്പർ, അതാണ് ശരിക്കും നിങ്ങളുടെ ആ ഒരു ബർത്ത് ചാർട്ടിന്റെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന ഒരു നമ്പർ. ആ ഒരു നമ്പർ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എവിടെയാണ് ജീവിതത്തിൽ എത്തേണ്ടതെന്നും ഇപ്പോൾ എവിടെയാണെന്നും, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ഏരിയ, ആ ഒരു പോർഷനിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു പൊസിഷൻ വരെ നിങ്ങൾ എങ്ങനെ എത്തിപ്പെടും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഡ്രൈവർ നമ്പർ എന്ന് പറയുന്നത് ഡ്രൈവർ നമ്പർ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ബർത്ത് നമ്പർ മൂലാങ്ക്. ഇനി മുതൽ നമുക്ക് അവനെ ഡി എന്ന് വിളിക്കാം. നമ്മൾ വിളിക്കുന്നതിനുള്ള എളുപ്പത്തിന്. ഓക്കെ, ഇനി കണ്ടക്ടർ നമ്പർ അല്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞ ഡെസ്റ്റിനി നമ്പർ അല്ലെങ്കിൽ ഞാൻ പറയും എന്താ ഭാഗ്യാങ്ക്. ഇനി മുതൽ അവനെ നമുക്ക് സി എന്ന് വിളിക്കാം. ഇനി ഞാനൊരു നമ്പർ പറഞ്ഞില്ലേ, നിങ്ങളുടെ ആ ഒരു ഗെയിം ചേഞ്ചർ നമ്പർ, ആ നമ്പറാണ് ശരിക്കും കുവാ നമ്പർ എന്ന് പറയുന്നത്. ഈ കുവാ നമ്പർ നിങ്ങൾ ചൈനീസ് ആസ്ട്രോളജി ഫെങ്ഷൂയി ഒക്കെ ഫോളോ ചെയ്യുന്നവർ മുമ്പേ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഫെങ്ഷൂയിൽ നമ്മൾ കുവാ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ അല്ല ന്യൂമറോളജിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഫെങ്ഷൂയി വാസ്തുകലയാണ്. ഓക്കെ, ആ വാസ്തുകലയും ഇതുമായിട്ട് ഒരു ബന്ധമില്ല. ഓക്കെ, അഗൈൻ ചില ബേസിക് കാര്യങ്ങൾ നമ്മുടെ പിന്നെ എന്താ പറയുക നമ്പേഴ്സിന്റെ ചാർട്ട് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലാണ്ട് ഒന്ന് നിങ്ങളുടെ വീട് നിങ്ങൾക്ക് പോസിറ്റീവ് ആവുന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാനുള്ള ഒരു ശാസ്ത്രം, വാസ്തുശാസ്ത്രവും. അടുത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ ഡെയിലി ലൈഫിനെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു ശാസ്ത്രവുമായിട്ട് നിങ്ങൾ പരിഗണിക്കുക. അങ്ങനെ നിങ്ങൾ കാണാവുള്ളൂ. സോ ഇതൊരു ഗെയിം ചേഞ്ചർ നമ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ വിളിക്കുന്ന ഇനിയൊരു പേര് ലൈഫ് പാത്ത് നമ്പർ എന്നാണ്. അപ്പൊ ഇനി മുതൽ നമ്മൾ ഇവനെ കുവ കെ എന്നായിരിക്കും വിളിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡ്രൈവർ നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഈ കേസിൽ ഡ്രൈവർ നമ്പർ എത്രയാണ്? ഡി. എത്രയാണ്? ഈ ഡേറ്റ് ഓഫ് യുവർ ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് ഡേറ്റ് ഓൺ ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് എന്നാണ് ഇവിടുത്തെ കേസിൽ വരുവാണെങ്കിൽ 11. അപ്പോൾ ഇനി മൾട്ടിപ്പിൾ ഡിജിറ്റ്സിലാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ ഡേറ്റ് വരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും അത് ഏത് നമ്പർ ആണെങ്കിലും കുവാ നമ്പർ ആണെങ്കിലും എന്താണെങ്കിലും ഏത് നമ്പർ ആണെങ്കിലും മൾട്ടിപ്പിൾ ഡിജിറ്റ്സിൽ വരുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യുക, സിംഗിൾ ഡിജിറ്റിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് റൂൾ നമ്പർ 1 എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് കേസ് ഇറ്റ് ഇസ് എത്രയാണ്? 1 + 1 which is 2. ഇനി കണ്ടക്ടർ നമ്പർ സി. കണ്ടക്ടർ നമ്പർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക, ഓൾ ഡിജിറ്റ്സ് ഇൻ DOB. DOB എന്ന് പറഞ്ഞാൽ ഈ ഫുൾ സാധനമാണ് DOB എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പൊ ഇവിടത്തെ കേസിൽ എങ്ങനെയാണ്? 1 + 1 + 1 + 1 + 1 + 9 + 9 + 4. ഞാൻ പറയട്ടെ, ഇത് ഈ ഒരു കാൽക്കുലേഷൻ ലുക്സ് വെരി ഈസി. പക്ഷെ കുറെ കഥകൾ എനിക്കറിയാം. ഈ ഒരു സിമ്പിൾ കാൽക്കുലേഷനിൽ അവർക്ക് 1ഉം 2ഉം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ട് ഈ ഫുൾ കഥ തന്നെ മാറിപ്പോയ ചില ഇൻസിഡൻസ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഈ കുഞ്ഞു കണക്ക് കൂട്ടാൻ വലിയ തിട്ടമില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് ഒരു കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടു. നിങ്ങളുടെ അഭിമാനം ഒന്നും പോവില്ല, തെറ്റ് വരുത്താതിരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 9 5 14 14 9 23 23 4 27. സോ 27 എന്ന് പറയുമ്പോൾ വീണ്ടും നമുക്ക് ഡബിൾ ഡിജിറ്റാ വന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ സിംഗിൾ ഡിജിറ്റിലേക്ക് ആക്കുക. 2 + 7 which is 9.
ആഹാ, വണ്ടർഫുൾ. അപ്പോൾ കുവാ നമ്പറിലേക്ക് എത്താനായിട്ട് കുറേ വഴിയുണ്ട് നമുക്ക്. സോ ആ വഴി എന്താന്ന് നമുക്ക് നോക്കാം. സോ കുവാ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ആഡ് ദ ഡിജിറ്റ്സ് ഓഫ് യുവർ ഇയർ ഓഫ് ബർത്ത്. നിങ്ങളുടെ ജനിച്ച വർഷത്തിന്റെ എല്ലാ ഡിജിറ്റ്സും കൂടി കൂട്ടുക. ഈ കേസിൽ ജനിച്ച വർഷം എത്രയാ? 1 + 9 + 9 + 4 എത്ര വരും? 10, 19, 4, 23 എന്ന് പറയുമ്പോൾ അതിനെ എന്ത് ചെയ്യണം? നമ്മൾ സിംഗിൾ ഡിജിറ്റ് ആക്കുക. 2 + 3 ദാറ്റ് ഈസ് സിംഗിൾ ഡിജിറ്റ്. ഇനി ഇയർ ഓഫ് ബർത്ത് കിട്ടിയല്ലോ. ഇനി ഇത് നമ്മുടെ ഈ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ആള് ഒരു മാൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കുവ കണ്ടുപിടിക്കാൻ കുവ ഇസ് ഈക്വൽ ടു 11 മൈനസ് ഈ സം ഓഫ് ഇയർ ഓഫ് ബർത്ത്. ഓക്കെ, ഞാൻ കുവ കണ്ടുപിടിക്കുന്നത്. ഇനി ഫോർ മെൻ, എഴുതി വെക്കാം അല്ലെങ്കിൽ അത് മറന്നു പോകും അല്ലേ ആൾക്കാർ. ഫോർ മെൻ. ഇനി ഫോർ വിമൻ. ഇനി ഈ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഉടമ ഒരു സ്ത്രീ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ കിട്ടിയ സം ഓഫ് ഇയർ ഓഫ് ബർത്തിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? 4 ആഡ് ചെയ്യും. അപ്പോൾ ഈ കേസിൽ ഞാനിത് ഇങ്ങോട്ട് എഴുതാം. കാര്യം എനിക്ക് ഈ സ്പേസ് എനിക്ക് വേണം പിന്നീട്, അതുകൊണ്ടാണ്. അല്ല, ഞാൻ ലുബ്ധിക്കല്ല. കാര്യം ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഇൻ ദിസ് കേസ്, ഈ കേസിൽ ഇതിന്റെ ആള്, ഈ ഡേറ്റ് ഓഫ് ബർത്ത് പുരുഷന്റേതാണ്. ഈ മെൻ ആയതുകൊണ്ട് തന്നെ ഇയാളുടെ കുവ കെ എന്ന് പറയുന്നത് എത്രയാണ്? 11 മൈനസ് സം ഓഫ് ഇയർ ഓഫ് ബർത്ത് ആണ്. ഇപ്പൊ ഇവിടെ എത്ര നമുക്ക് കിട്ടിയേ? 5 കിട്ടി. അപ്പൊ എത്ര വന്നു? 6. സോ ബ്രില്യൻറ്റ്. എനിക്ക് ഒന്നും പറയാനില്ല. ബ്രില്യൻറ്റ്. ഇവിടെ കെ 6 കിട്ടി. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്താണ് 6 പുള്ളിക്ക് ഉണ്ടോന്ന്. ഞാൻ ഇന്നാണ് ഇത് നോക്കുന്നത്. അപ്പൊ എല്ലാ നമ്പേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി നമ്മൾ എന്നാ വേണ്ടത്? നമ്മൾ ആ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടു ഓരോ നമ്പരും ഏത് പൊസിഷനിലാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഓക്കെ, ഫൈൻ. അപ്പൊ ഇനി എന്ത് ചെയ്യുക? ഇനി ഇതിലുള്ള ഓരോ നമ്പേഴ്സ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഡ്രൈവർ നമ്പർ എടുത്ത് എഴുതുക. ഡ്രൈവർ നമ്പർ നമ്മളുടെ എവിടെയാ വരുന്നത്? ഡ്രൈവർ നമ്പർ ഇസ് 2. ഈ കേസിൽ ഡ്രൈവർ നമ്പർ ഇസ് 2. നമ്മൾ എന്ത് ചെയ്തു? 2 ഇവിടെ എഴുതി. 2ന്റെ പ്ലേസിൽ 2 എഴുതി. അടുത്ത് നമ്മൾ കണ്ടുപിടിച്ചത് നമ്മുടെ കണ്ടക്ടർ നമ്പർ ഇസ് 9. അപ്പം 9ന്റെ പ്ലേസിൽ നമ്മൾ 9 എഴുതി. ഇനി നമ്മുടെ കുവ നമ്പർ നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് നമ്പർ 6. അപ്പൊ നമ്പർ 6ഉം നമ്മൾ എടുത്ത് എഴുതി. ഈ 3 നമ്പർ നമ്മൾ ആദ്യം എടുത്ത് എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നറിയോ? നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിലുള്ള എല്ലാ നമ്പേഴ്സും അതാത് സ്ഥലങ്ങളിൽ എടുത്ത് എഴുതുക. വേറെ ഒന്നും ചെയ്യാനില്ല. വിച്ച് മീൻസ് ഇപ്പൊ 1 എത്ര ടൈംസ് ഉണ്ട് ഇവിടെ? ഓക്കെ, 1 1 1 1 4 പ്രാവശ്യം 1 വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് എന്താ വരുന്നേ? 5 പ്രാവശ്യം 1 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 9 ഇനിയും 2 പ്രാവശ്യം 9 വരുന്നുണ്ട്. പിന്നെയും എന്താണ്? 1 പ്രാവശ്യം 4 വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബർത്ത് ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൽ ഏതൊക്കെ നമ്പേഴ്സ് മിസ്സിംഗ് ആണ് എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ ഈ ഉള്ള നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് അയാളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു അനാലിസിസ് പറയട്ടെ. ഒരാളുടെ ചാർട്ടിൽ നമ്പർ 6 ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ദാറ്റ് നിങ്ങളുടെ ലൈഫിൽ വെൽത്ത് വരാതിരിക്കാനുള്ള ഒറ്റ കാരണം നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ ട്രൈ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് തോന്നും നമ്മൾ നന്നായി ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ളത്, പക്ഷെ അങ്ങനെയല്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം നമ്മൾ ട്രൈ ചെയ്യേണ്ടി വരും. നമ്പർ 6 ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിൻ യു ആർ ലക്കി. ദിസ് വേ ഓർ ദാറ്റ് വേ നിങ്ങൾക്ക് ആ പൈസ വന്നിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. അത് എൻ്റെ അനാലിസിസ്, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം. സോ ഇവിടെ ഒരു പ്രധാനപ്പെട്ട നമ്പർ മിസ്സിംഗ് ആണ്. നമ്പർ 5 ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കഥ പറയേ വേണ്ട. പുള്ളിക്ക് ഇത്രയൊന്നും സ്ട്രഗിൾ ചെയ്യേണ്ടി വരികയില്ലായിരുന്നു. ഒരു ബാലൻസ് എന്തായാലും ജീവിതത്തിൽ വന്നേനെ. എനിവേസ്, ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ഈ ചാർട്ട് പ്രകാരം നമ്പർ 4 എന്ന് പറഞ്ഞാൽ രാഹുവിന്റെ നമ്പറാണ്. രാഹു ഒരു നമ്പറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി മീൻസ് എന്ത് കാര്യവും നിങ്ങൾ കൺസിസ്റ്റന്റ് ആയി ചെയ്തുകൊണ്ടിരിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു മനുഷ്യനാണിത്. റിസൾട്ടിനെ പറ്റി ചിന്തിക്കുന്ന ഒരു പരിപാടിയില്ല. ഐ എം കൺസിസ്റ്റന്റ്, ദാറ്റ്സ് ഇറ്റ്. ഐ എം കൺസിസ്റ്റന്റ് അറ്റ് വാട്ട് ഐ എം ഡൂയിങ്. അത്രേ ഉള്ളൂ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ നമ്പർ 4 ഒരാളുടെ ചാർട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ വിൽ സ്ട്രഗിൾ ടു ബി കൺസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അതായത് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പുള്ളി ഇൻഡ്യൂസ് ചെയ്ത് എടുക്കണം ഉള്ളുന്ന് ആ സാധനം, എന്നാലേ പറ്റുള്ളൂ. അതായത് നിങ്ങൾ ഇപ്പം ഒരു വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ടീനിലേക്ക് വരണം, നിങ്ങൾക്ക് ജിമ്മിൽ പോകണം, എക്സസൈസ് ചെയ്യണം, നിങ്ങൾക്ക് ഡയറ്റ് ചെയ്യണം, അതെല്ലാം ചെയ്യണമെങ്കിലും ഏറ്റവും അത്യാവശ്യം എന്താണെന്നറിയോ? എല്ലാവരും വിചാരിക്കും മോട്ടിവേഷൻ ആണെന്ന്. അല്ല, അത് കൺസിസ്റ്റൻസിയാണ്, ഡിസിപ്ലിൻ ആണ്. ഓക്കെ, സോ നമ്പർ 4 ഉണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ഹാസ് ടു ബി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഓക്കെ, ഇനി
Number 9 is the number of mass. ഞാൻ പറഞ്ഞ പോലെ തന്നെ റെസിലിയൻസ്. കം വാട്ട് മേ, എന്ത് വേണേ വന്നോട്ടെ, നമ്മളിവിടെ പാറ പോലെ നിൽക്കും, ഇനി എന്ത് വന്നാലും നമ്മൾ നേരിടും എന്നുള്ള അത്ര റെസിലിയൻസ് ഉള്ള ഒരു നമ്പറാണ്. അതും 999 എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അങ്ങേയറ്റമാണ്. ഇനി നമ്പർ 2 ഇസ് ലൈക്ക് എന്താ പറയാ, ഒരു സോഫ്റ്റ് നമ്പറാണ്. അതായത് മൂണിന്റെ നമ്പറാണ്. ആസ് യു സീ, ഇമോഷണൽ, ക്രിയേറ്റീവ്, എന്താ സ്വന്തം സ്വപ്രയത്നത്താൽ ഇത് ചെയ്യുന്നെന്ന് പറയില്ല, അത് ക്രിയേറ്റീവ്. അത് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഒരു കല എന്നുള്ളതിൽ മാത്രമല്ലല്ലോ ക്രിയേറ്റിവിറ്റി. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന എന്ത് കാര്യത്തിലും നമ്മൾ ക്രിയേറ്റീവ് ആവണം. അതായത് ഇപ്പം ഞാനൊരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുന്ന ആളാണെങ്കിലും എനിക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടായേ പറ്റുള്ളൂ, അല്ലെ, എനിക്ക് ആ ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടായേ പറ്റൂ. ഞാനൊരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും എൻ്റെ ആ ഡൊമൈനിൽ ഐ മസ്റ്റ് ബി ക്രിയേറ്റീവ്, എന്നാലേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്പർ 2 നമ്മൾ കാണുന്നത്. സോ ദാറ്റ് പേഴ്സൺ ഹാസ് ടു ബി ക്രിയേറ്റീവ്. ഇനി ആണോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മുടെ സാഹചര്യം പോലെ ഇരിക്കും. ഇനി അടുത്തത് നമ്പർ 1 ന്റെ അതിപ്രസരമാണ് ഇത് മുഴുവൻ. 5 times ആണ് 1 റിപ്പീറ്റ് ചെയ്തേക്കുന്നത് ഇതിനകത്ത്. 1 ഇസ് എ നമ്പർ ഓഫ് ലീഡർഷിപ്പ്. നമ്മളിലുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഈ നമ്പർ 1 കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷേ 1 ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് വന്നു കഴിഞ്ഞാൽ മറ്റേ പറയില്ലേ, എന്താ അധികമായാൽ അമൃതും വിഷം എന്ന് പറയില്ലേ, വർത്തമാനം പറയും. നമ്മുടെ ഒരു കംഫർട്ട് സോണിലായിരിക്കും പറയുന്നത്, പക്ഷെ അത്യാവശ്യം നല്ല ലൂസ് ടോക്കർ ആയിരിക്കും. എപ്പോഴൊന്നും എല്ലായിടത്തും ഉണ്ടെന്ന് നമുക്ക് അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. പക്ഷെ കുറച്ച് വർത്തമാനം ഉണ്ടായിരിക്കും, അതൊന്ന്. 2, അത്യാവശ്യം നല്ല ഈഗോ ഉണ്ടായിരിക്കും. ഈഗോ ഇൻ ദ സെൻസ്, എനിക്ക് ഇത് ചെയ്യണം, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. അതായത് ഡയറക്റ്റ് കണക്ഷൻ ആണ് ഈ 1ഉം ഈ 9ഉം. അതായത് എന്ത് തന്നെ വന്നാലും എനിക്ക് ഇത് അച്ചീവ് ചെയ്യണം, ഇന്നൊരു കാര്യം എനിക്ക് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിന്റെ പുറകെ ഞാൻ പോയിരിക്കും, അത് ചെയ്തിരിക്കും. അത്ര ഭയങ്കര കോൺഫിഡൻസും ആ ഒരു ലെവൽ ഓഫ് ഈഗോ ആണ് ഞാൻ. ഇറ്റ്സ് എ ഗുഡ് ഈഗോ ദാറ്റ് ഐ ആം ടോക്കിംഗ് അബൌട്ട്. ഇനി നമ്പർ 6 കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസയാണ്. പൈസ നമ്മുടെ ജീവിതത്തിൽ എന്തായാലും വരും. നമ്പർ 6 ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങളുടെ ഈ ബർത്ത് ചാർട്ട് ഉണ്ടാക്കി നിങ്ങൾ ലോഷൂരിൽ നമ്പേഴ്സ് എല്ലാം അതുപോലെ അറേഞ്ച് ചെയ്ത് നിങ്ങൾ നോക്കൂ പ്ലീസ്. ഈ ബർത്ത് ചാർട്ടിലെ നമ്പർ 6 ഉണ്ടെന്നുണ്ടെങ്കിൽ 100%, 100% അല്ല, ഞാൻ 101% പറയും, നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൈസ ഉറപ്പായിട്ടും വരും. ഇതെന്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്നതാണ്. ഒരു നമ്പർ 6 ഇസ് എ ബ്ലെസ്സിങ്. എനിക്ക് അത് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ റെമഡി നിങ്ങൾ എന്തായാലും ചെയ്യുക. ബാക്കി എന്തൊക്കെ നമ്പേഴ്സ് ഉണ്ടായിട്ടും പൈസ ഉണ്ടായിട്ട് ഇല്ലെങ്കിൽ എനിക്ക് കാര്യമുണ്ടോ? ഇല്ല. സോ പൈസ എന്തായാലും പുള്ളിയുടെ ജീവിതത്തിൽ വരാനുള്ളത് തന്നെയായിരുന്നു. അതിന്റെ 2 പിന്നെ റീസൺ ഇസ് ഈ 2 സാധനങ്ങൾ. 1 ലീഡർഷിപ്പ് ക്വാളിറ്റി, 2 എന്ത് റെസിലിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ ഒറ്റ നമ്പർ സ്റ്റാൻഡ് അലോൺ ഒരു നമ്പർ നോക്കി മാത്രം നമുക്ക് ഒരാളുടെ ക്വാളിറ്റി പറയാൻ പറ്റില്ല. ഈ നമ്പർ 2 കൂടെ ഉണ്ടല്ലോ, ആ നമ്പർ 2 ആണ് ഇത്രയും ഒന്നിന്റെയും ഒക്കെ ഇടയിലും, അത് ഇത്രയും ആള് കൂടിയാ പാമ്പിയാവില്ല എന്നുള്ള അവസ്ഥയിലും നമുക്കൊരു നരം, ഒരു കോൾഡ്, ഒരു നല്ല ഒരു സൗമ്യമായ ബിഹേവിയർ നമുക്ക് തരുന്നത് ഈ നമ്പർ 2 ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ നമ്പർ 2നെ നമ്മൾ അങ്ങനെയല്ലേ കാണുന്നത്, ഒരു പാവം, ഒരു കുഞ്ഞൊരു സോഫ്റ്റ് സ്പോക്കന്, ഒരു നിർമ്മലത എന്നൊക്കെ നമ്മൾ പറയില്ലേ മലയാളത്തിൽ, അങ്ങനത്തെ ഒരു സാധനമാണ് നമ്പർ 2 ചന്ദ്രൻ. അപ്പോൾ ഇത്രയും ഒക്കെ ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഒരുപാട് നമ്പേഴ്സ് മിസ്സിംഗ് ആണില്ല. അതൊക്കെ പുള്ളിന്റെ ഒരു ഫ്ലോസ് എന്ന് പറയാൻ പറ്റില്ല. അതായത് മേ ബി ഹി ഹാസ് ടു വർക്ക് ഓൺ ഇറ്റ് ഇൻ ദ സെൻസ്, ഇനി ഈ നമ്പേഴ്സ് വരുത്താൻ പുള്ളിക്ക് പറ്റില്ല. പക്ഷെ ഓൾ ദാറ്റ് ഹി ക്യാൻ ഡു ഇസ് എന്താ പറയാ, അതിന്റെ റെമഡീസ് ചെയ്യുക, കൃത്യമായിട്ട് റെമഡി ചെയ്തു പോവുക, വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് വരുന്ന ഒരു ബാക്ക്ലാഷ് ഒക്കെ ചിലപ്പോൾ എന്തായിരിക്കും, ഈ ഒരു നമ്പേഴ്സ് അലൈൻഡ് ആവാത്തോണ്ടുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്പർ 5 ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താ ഒരു ബാലൻസ്, ഒരു സ്ഥിരത എന്ന് പറഞ്ഞൊരു സാധനം, അതായത് ജീവിതത്തിൽ, അതായത് നമ്മുടെ കരിയറിലായിക്കോട്ടെ, നമ്മുടെ ഏരിയാസ് ഓഫ് നമ്മുടെ ലൈഫ് ആയിക്കോട്ടെ, ഒരു സ്ഥിരത അത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇവിടെ നമ്പർ 5 വേണം. 5 ഉണ്ടായേ പറ്റുള്ളൂ. ആൻഡ് അത് മാത്രമല്ല, 5 ഇവിടെ ഉണ്ടെങ്കിൽ ഡബിൾ രാജയോഗാണ്. അതായത് 951 പ്ലെയിനും പിന്നെ കംപ്ലീറ്റ് ആവും, 456 പ്ലെയിനും കംപ്ലീറ്റ് ആവും. വേറെ എന്ത് വേണം? പിന്നെ നമ്പർ 7 വിസ്ഡം, പിന്നെ നമ്പർ 3 ഗുരു, ആൻഡ് നമ്പർ 8 ശനി. എനിവേസ്, അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, സോ ഇത് ആരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഞ്ജു സാംസന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇത്. സോ ഇങ്ങനെയാണ് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ചാർട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി ഓരോ നമ്പേഴ്സിന്റെയും പ്രോപ്പർട്ടീസും പിന്നെ ഓരോ ഡ്രൈവർ കണ്ടക്ടർ കോമ്പിനേഷൻസ്, നമുക്ക് 81 കോമ്പിനേഷൻസ് ഉണ്ട് ഡ്രൈവർ കണ്ടക്ടർ. അതായത് ഡ്രൈവർ 1 കണ്ടക്ടർ 1, ഡ്രൈവർ 1 കണ്ടക്ടർ 2, ഡ്രൈവർ 1 കണ്ടക്ടർ 3, അതുപോലെ
81 കോമ്പിനേഷൻസ്. അതും കൂടി കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്കി നമ്പർ ഏതാണെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ റെമഡീസ് നിങ്ങൾക്ക് ചെയ്യണം എന്നുള്ളതോ നിങ്ങളുടെ പേര് ഏത് നമ്പറിലേക്ക് വെക്കണം എന്നുള്ളതോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ അതറിയുന്നതിന് ഏറ്റവും ഇനിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ അറിയാനുള്ളത് എനിമി നമ്പേഴ്സും ഫ്രണ്ട്ലി നമ്പേഴ്സും ഏതാണെന്ന് അറിയാന്നുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഒരു നമ്പറിനെയും അങ്ങനെ എനിമി നമ്പർ എന്ന് കാണുക ചിലപ്പോൾ അത് ആ ഒരു ഫ്രീക്വൻസിയിൽ ഇരുന്ന് പോവാത്ത നമ്പേഴ്സ് എന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ നമ്മുടെ പേരൊക്കെ ചേഞ്ച് ചെയ്യുന്ന ഒരു സ്റ്റേജ് വരുമ്പോൾ നമ്മുടെ ഡ്രൈവർ നമ്പർ മാത്രം നോക്കിയാൽ പോരാ, നമ്മുടെ കണ്ടക്ടർ നമ്പറിനും കൂടി സാധകമായിട്ടുള്ള നമ്പേഴ്സിൻ്റെ ബേസിസിൽ നമ്മൾ പേര് ചേഞ്ച് ചെയ്യുള്ളൂ. സോ ഇനി അടുത്ത ഒരു സെക്ഷൻ ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഓരോ നമ്പേഴ്സിൻ്റെയും പ്രോപ്പർട്ടീസ്, നമ്പർ 1ന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെ, നമ്പർ 2ന്റെ പ്രോപ്പർട്ടീസ്, 3ന്റെ പ്രോപ്പർട്ടീസ്, അങ്ങനെ അതായിരിക്കും പറയാൻ പോകുന്നത്. അതിനുശേഷം ഞാൻ പറയാൻ പോകുന്നത് ഓരോ പിന്നെ നമ്പറിൻ്റെയും ഓരോ നമ്പേഴ്സിൻ്റെയും ഫ്രണ്ട്ലി നമ്പർ ഏതാണ്, നോൺ ഫ്രണ്ട്ലി എന്ന് പറയാമല്ലോ, നമുക്ക് വെറുതെ എന്തിനാ എനിമി എന്നൊക്കെ പറയുന്നത്, നോൺ ഫ്രണ്ട്ലി നമ്പർ ഏതാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വരാൻ പോകുന്നത് നിങ്ങളുടെ ഡ്രൈവർ കണ്ടക്ടർ കോമ്പിനേഷനിലെ ഓരോരുത്തരുടെയും പ്രോപ്പർട്ടീസ് എങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോസിനായിട്ട് കാത്തിരിക്കുക. താങ്ക് യു.